അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു ചെറിയ സംശയം. ഇപ്പോൾ നായ നമ്മളെ ഷാഫി മദ്ഹബിൽ നജസാണല്ലോ. അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നനവോട് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണ് കലക്കി കഴുകണം എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആണ്. അപ്പോൾ ഈ നായക്കളെ കൂട്ടത്തിൽപ്പെട്ട തന്നെയുള്ള ഇപ്പോൾ ഈ പോലീസ് നായ, നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുത്ത പ്രത്യേക നായ. കാരണം വെച്ചാൽ കളവ് നടന്നാലും കൊലപാതകം നടന്നാലൊക്കെ വാസനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പോലീസ് നായ, അത് നജസല്ല എന്ന് ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ബോർഡർ കടക്കുമ്പോൾ ഒക്കെ ഈ ബസ് അങ്ങനെയുള്ളതൊക്കെ പരിശോധിക്കാനൊക്കെ ഇങ്ങനത്തെ നായകളാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്നിടത്തൊക്കെ വന്ന് നോക്കി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ആ നായ, ഈ പോലീസ് നായ നജസല്ല എന്ന് ഏതെങ്കിലും ഇമാമിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ പറ്റി ഒന്ന് വിശദീകരിക്കണം. നായ നജസാണെന്ന് പറയുമ്പം ട്രെയിനിങ് കിട്ടിയ പോലീസ് നായ പോലത്തെ നായകളും നജസ് തന്നെയാണോ എന്നുള്ളത്. പൊതുവെ ഈ നായയുടെ വിഷയത്തിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഈ നായ നജസ് എന്ന് പറയുമ്പോൾ ശക്തിയേറി നജസും ഉണ്ടാകും, അല്ലാത്ത നജസും ഒക്കെ ഉണ്ടാകുമല്ലോ. നമ്മുടെ മദ്ഹബാകുന്ന ശാഫഈ മദ്ഹബ് പ്രകാരം മുഗല്ലദ്, അതായത് ശക്തിയേറെ നജസ് തന്നെയാണ് നായ എന്ന് പറയുന്നത്. നായും പന്നിയൊക്കെ അതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ തൊട്ടാൽ 7 പ്രാവശ്യം കഴിക്കണം എന്നുള്ളതൊക്കെയാണ്. എന്നാൽ നായയെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരങ്ങൾക്ക് വേണ്ടി നായ വളർത്തുന്ന കോലങ്ങളും രൂപങ്ങളൊക്കെ ഉലമാ പറയുന്നുണ്ട്. പക്ഷെ വളർത്താം, അതുപോലെ തന്നെ അതിൻ്റെ ഉപകാരങ്ങൾ എടുക്കാം എന്ന് പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കും വേണമല്ലോ. നജസ്സായിട്ട് തന്നെയാണ് പോവുക, അത് ശ്രദ്ധിക്കണം. അതനുസരിച്ച് കൊണ്ട് നമ്മൾ പെരുമാറണം. അതുകൊണ്ട് ആ രൂപത്തിൽ ഇടപഴകണം. ഇതാണ് ഇസ്ലാമിൻ്റെ തിയറി. ഇസ്ലാമിൻ്റെ റൂട്ടും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ എൻ്റെ ഈ പോലീസ് നായ പോലത്തെ ട്രെയിനിങ് കിട്ടിയ നായകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് ഷാഫി മദ്ഹബ് പ്രകാരമാണ് ഇപ്പോൾ ഈ പറയുന്ന സംസാരങ്ങളൊക്കെ. കാരണം മറ്റുള്ള മദ്ഹബാകുമ്പോൾ പിന്നെ അവിടെ നായയുടെ തന്നെ ഏത് നായ ആയാലും അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നല്ലോ. ഏതായാലും ഷാഫഈ മദ്ഹബ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കിട്ടിയ നായകളും എന്താണ് നജസ് തന്നെയാണ്. അതാണ് ഷാഫഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ചില പണ്ഡിതന്മാർക്ക് എന്തായിട്ടുണ്ട്, ഇങ്ങനെ ട്രെയിനിങ് കിട്ടിയ പോലീസ് നായ പോലത്തെ നായകളൊക്കെ അത് നജസല്ല എന്നുള്ള അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചോദ്യം വരാൻ കാരണം. ഏതായാലും ട്രെയിനിങ് കിട്ടിയ നായകളും അതൊക്കെ നജസ് തന്നെയാണ് എന്ന് മഹാനായ സക്കല്ലൻ സാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ തുല്ലാബ് എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ തുല്ലാബിൻ്റെ 28ാമത്തെ പേജിലായിട്ട് നജസിൻ്റെ അധ്യായം നോക്കിയാൽ കാണും. അവിടെ വകൽബുൻ വലോ മുഅല്ലമൻ ഉണ്ടോ. നായ നജസാണെന്ന് പറയുമ്പം അവിടെ എടുത്ത് തന്നെ പറഞ്ഞു വലോ മുഅല്ലമൻ. അത് ട്രെയിനിങ് കിട്ടിയ പോലീസ് നായ പോലത്തെ നായയാണെങ്കിലും, അപ്പം മുഅല്ലമനെ പഠിപ്പിക്കപ്പെട്ടതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം ട്രെയിനിങ് കിട്ടിയ നായകളാണെങ്കിലും അത് നജസ് തന്നെയാണ് എന്ന് സക്കല്ലൻ അൻസാരി തങ്ങൾ എടുത്ത് പറയുമ്പം ഈ തുഹ്ഫത്തുൽ തുല്ലാബ് ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം ഷർഖാവി റളിയല്ലാഹു അൻഹു ആശിയത്തു ഷർഖാവിയിലൂടെ. അവിടെ മഹാനവറുകൾ പറയുന്നുണ്ട്, എന്തിനാണ് ഈ മുഅല്ലം നായ എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാ ട്രെയിനിങ് കിട്ടിയ നായ എന്ന് എടുത്ത് മഹാനവറുകൾ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. കാരണം അത് ചില പണ്ഡിതന്മാരത് ശുദ്ധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് എടുത്ത് പറഞ്ഞത് എന്നുള്ളത്, അങ്ങനെ വെക്കണം എന്നുള്ളത് ഷർഖാവി ഇമാം ആശത്തു ഷർഖാവിയുടെ 1-ാം വാള്യത്തിൻ്റെ 242ാമത്തെ പേജിൽ പറയുന്നുണ്ടോ. വലോ മുഅല്ലമൻ എന്ന് പറയുമ്പം ലിറദ്ദി അലാ മൻ ഖാല ബിത്വഹാറത്തിൽ മുഅല്ലമി ഉണ്ടോ ലിസ്സൈദി അവിൽ ഹിറാസത്തി ഔ നഹ്വിഹിമ എല്ലാം പെടുത്തി. അതായത് ട്രെയിനിങ് കിട്ടിയ നായ എന്ന് പറയുമ്പോൾ ഏതിനൊക്കെ ട്രെയിനിങ് കിട്ടി? ഇപ്പം ഈ പറയുന്ന വേട്ടയാടാൻ വേണ്ടി, വേട്ടയ്ക്ക് വേണ്ടി ഈ പറയുന്ന നായ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങൾ കാവലിന് വേണ്ടി, അങ്ങനെ പലതിനും, വീട് കാവൽ, പല കാവലിന് വേണ്ടിയിട്ടും നായ വളർത്താറുണ്ട്.
അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് ആ നായക്ക് കിട്ടണം, അല്ല എല്ലാ നായനും പറ്റൂലല്ലോ. അപ്പൊ ഇനി അതെല്ലാം നഹബിഹിമ, ഇനി പോലീസ് നായ എന്തിനും ആവട്ടെ, കളവ് പിടികൂടാൻ വേണ്ടി എങ്ങനെയൊക്കെ ഏതൊക്കെയുണ്ടോ, ഏതൊക്കെ രൂപത്തിൽ ട്രെയിനിങ് കൊടുത്ത നായകളാണോ ആ നായകളൊക്കെ ശുദ്ധിയാണ് എന്ന് ചില പണ്ഡിതന്മാർ വാദിച്ചപ്പം അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞത് എന്നുള്ളത് മഹാനായ ഇമാം ഷർക്കാവി റളിയല്ലാഹു അൻഹു വ്യക്തമായിക്കൊണ്ട് ആശത്ത് ഷർക്കാവിൽ പറയുന്നുണ്ട്. അപ്പൊ ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളത് മഹാനായ ഇമാം തിർമസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ആശത്ത് തിർമസിയിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മൻഹജുൽ ഖവീം ഇബിലും പറയുന്നുണ്ട് ട്രെയിനിങ് കിട്ടിയ നായൊക്കെ നജസ് തന്നെയാട്ടോ, അങ്ങനെ തന്നെ വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അറിയപ്പെട്ട ഒരു ആശയാണ് ആശത്ത് തിർമസി, ഇമാം തിർമസി തങ്ങളുടെ. അവിടെ ഇതിന്റെ അഭിപ്രായ വിയോജിപ്പ് വന്നത് ആരാ എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ 1-ാം വള്ളിയത്തിന്റെ 2-ാം വള്ളിയത്തിന്റെ 80-ാമത്തെ പേജിൽ ഉണ്ടോ വലോ മുഅല്ലമൻ എന്ന് പറയുമ്പം ആദ്യമായിട്ട് പറയുന്നത് അൽ ഗായത്തു ഹുന, ഇവിടുത്തെ ഏറ്റവും വലിയ അങ്ങേയറ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലി റദ്ദി അലാമൻ കാല അൽ മുഅല്ലമു ത്വാഹിറുൻ, ഇവിടെ ട്രെയിനിങ് കിട്ടിയ നായ ശുദ്ധിയാണ് ചില പണ്ഡിതന്മാർ വാദിച്ചിട്ടുണ്ട്. അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞതാണിത്. കാലഹുൽ മുദാബഗയു, ഇമാം മുദാബഗി പോലത്തെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ, പക്ഷെ അതിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പറയുമല്ലോ. അപ്പൊ ഇതിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ് പറയുകയാണെങ്കിൽ നായ എന്ന് പറയുമ്പം എല്ലാ നായയും പെട്ടു, അതൊക്കെ നജസ് തന്നെയാണെന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായിൽ ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖതീബ് ഷർബീനി റഹിമഹുല്ല മോനി മുഅ്തദിൽ ഇത് പറയുന്നുണ്ട്. അങ്ങനെ ഏറെക്കുറെ പണ്ഡിതന്മാരും ഇത് തന്നെയാണ് പറയുന്നത്. ശാഫിഈ മദ്ഹബിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, റംലി ഇമാം, ഖതീബ് ഷർബീനി റളിയല്ലാഹു അൻഹും ഈ പോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഒരു വിഷയം ഒത്തു സംഭവിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അഭിപ്രായത്തിൽ യാതൊരു അഭിപ്രായം ഉണ്ടാവില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റദ്ദ് ചെയ്തുകൊണ്ട് പറയുന്നു. അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ശാഫിഈ മദ്ഹബ് പ്രകാരം നായ നജസാണ്, മുഗല്ലദാണ്, ശക്തിയേറെ നജസാണ്, 7 പ്രാവശ്യം അതിൻ്റെ കഴുകേണ്ട നജസ് തന്നെയാണ്. അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കി ആ നിയമമൊക്കെ വെച്ചുകൊണ്ട് കഴുകേണ്ട നജസാണ്. ആ വിഷയത്തിൽ ട്രെയിനിങ് കിട്ടിയ നായാണെങ്കിലും അതുപോലെ തന്നെ അല്ലാത്ത നായാണെങ്കിലും ഏത് നായാണ്, അപ്പോൾ പോലീസ് നായ നജസ് തന്നെയാണ് എന്നർത്ഥം കേട്ടോ. അതെഴുതിയാണ്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നോ അതിനെ പറ്റൂല, അതല്ല ഈ പറഞ്ഞത്. അതിൻ്റെ ഹുക്കുമാണ് പറഞ്ഞത്. ശാഫിഈ മദ്ഹബ് പ്രകാരം നമ്മുടെ ഇസ്ലാമിക നിയമത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അത്രയേ ഉള്ളൂ.